ഹലോ. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മളൊരു ട്രേഡിങ് വന്നത്. ഇടയ്ക്കൊന്നും കൊടുത്താണ്. രാവിലെ തന്നെ നമുക്കൊരു കോൾ ഓപ്ഷൻ എടുത്തത്. അപ്പോൾ ഇതൊരു ഒരു ക്വാണ്ടിറ്റി, ഒരു ലോട്ടേ എടുത്തിട്ടുള്ളൂ. ഒരു ലോട്ടെന്ന് പറയുമ്പോൾ 20 ക്വാണ്ടിറ്റി സെൻസസ്. ഇതൊരു 10,000-ൻ്റെ അടുത്ത് മതി. 10,000-ൻ്റെ അടുത്താണ് നമ്മൾ ഒരു ക്വാണ്ടിറ്റി, ഒരു ലോട്ട് എടുക്കാനായിട്ട്. കോൾ ഓപ്ഷൻ നല്ല, കഴിഞ്ഞ ആഴ്ചത്തെ നല്ല മൂവിങ് കണ്ടതുകൊണ്ടാണ് ഈ ആഴ്ച നിന്നത്. ഡെയിലി വീഡിയോ ഇടാനായിട്ട് ഇപ്പോൾ സാഹചര്യമില്ല. 2 ആഴ്ച കഴിയുമ്പോൾ ഏതായാലും നമ്മളൊന്നുകൂടി 1-2 ആഴ്ച ഉണ്ടാവും. ഡെയിലി ഇടാൻ പറ്റുമോ നോക്കട്ടെ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ പോവാം. ഇന്നത്തെ ഒരു വലിയ മൂവിങ് ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഇച്ചിരി മൂവിങ് ഉണ്ടായിരുന്നു. 2400. കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നെങ്കിൽ നല്ലൊരു മൂവിങ് ആയിരുന്നു. ഈ ആഴ്ച ഇനി എങ്ങനെയെന്നാവും. ഒരു 10-12 മണി വരെയൊക്കെ ഒന്നിച്ച് നോക്കി നിന്നു. പക്ഷേ നമ്മൾ 3000 ഇതാണ് ചാർട്ട്. സ്റ്റോപ്പ് ലോസ് ഒരു 475-ൻ്റെ ആ ഒരു റേഞ്ചിലാണ് വെച്ചത്. പ്രോഫിറ്റ് ഒരു 650. 150 മുകളിലേക്ക് കയറുമെന്ന് നമുക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഓനിങ്ങനെ താഴത്തേക്ക് റൗണ്ട് സർക്കിൾ പോലെ വന്ന് പിന്നെ താഴത്തേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓർഡറിൻ്റെ എടുത്താണ്, അത് ഞാൻ വിറ്റായിരുന്നു. അത് പ്രോഫിറ്റ് ആയിരുന്നു, ഒരു 1000 രൂപ, 50 പോയിൻറ്റ്. അപ്പോൾ പിന്നെ രണ്ടാമതൊരു ഓർഡർ, ഒരു എൻട്രി എടുത്തതാണ് 2800 വരെയാണ്. അപ്പോൾ ഓപ്ഷനൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ സ്റ്റോക്കാർന്ന് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. പക്ഷേ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ട് ഓപ്ഷനാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഓപ്ഷൻ ഇതാകുമ്പോൾ 10,000 രൂപയ്ക്ക് മതിയല്ലോ, 20,000 രൂപ മതി. രണ്ടാമത്തെ ഓർഡറാണ്. പക്ഷെ ഇന്ന് ഇങ്ങനെ വലിയൊരു മൂവിങ് ആയിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അടിച്ച് കയറിയായിട്ട് പോകുന്നത്. എന്നാലൊരു 100 പോയിന്റ്, നമുക്ക് 100 പോയിന്റിന് മുകളിൽ നമ്മൾ എടുക്കും. ട്രേഡിങ് സെറ്റപ്പ് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ കുറച്ചും കൂടി ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിടുന്ന രീതിയിലാണ് ഞാൻ രണ്ടാമത് തുടങ്ങാൻ വേണ്ടിയിരുന്നത്. പക്ഷേ എനിക്കത് ഇപ്പോൾ നടക്കില്ല. അതാകുമ്പോൾ ചാർട്ടും എടുക്കുന്നത് ഇതും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. ഇപ്പോൾ ചാർട്ട് നമുക്ക് അങ്ങനെ ചാർട്ട് കാണിക്കാൻ പാടില്ല, എന്നാലും ചെറുതായിട്ടായി ചാർട്ട് കാണിക്കാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, പോട്ടെ, നമുക്ക് ചെയ്യാം. ഒരു മൊബൈലും കൂടി വരാനുണ്ട്, അതുകൊണ്ട് കിട്ടിയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാം. ഇപ്പോൾ ഉള്ളത് ഇച്ചിരി ഹാങ്, അത് ചാർട്ട് നോക്കാൻ വേണ്ടി മാത്രം എടുക്കണം. പിന്നെ കമ്പ്യൂട്ടറും ഉണ്ട്. 11:43 എന്നിട്ടും വലിയ കാര്യമായിട്ടൊരു ഞാൻ ഉദ്ദേശിച്ച പോലെ പോയില്ല. നമ്മളൊരു 650 പ്രതീക്ഷിച്ചത്. 650
പിന്നെ എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വെച്ച് ഒരു 580 വെച്ച് പിന്നെ പരിപാടി നിർത്തി. കാര്യം 12 മണിയായപ്പോൾ നല്ല മൂവി കണ്ടോ, കൊച്ചു മൂവി കണ്ടോ, താഴത്തേക്ക് ഒരു ഡൗൺ സൈഡ് പുട്ട് ഓപ്ഷൻ എടുത്താൽ മതിയായിരുന്നു. കറക്റ്റാ 12 മണി ആയപ്പോൾ തന്നെ പോയി. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ലീവ് ഉള്ളപ്പോൾ ഒരെണ്ണം എടുക്കാം. അതുകൊണ്ട് നോക്കാം. ഒരു 580 650 നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷേ നടന്നില്ല. നമുക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് 2800 വരെ പോയതാണ്. അപ്പോൾ മണി 3:30 ചാർട്ട് എവിടെ ചാർട്ടാ, വേറെ ഓർഡറൊന്നും പിന്നെ എടുത്തില്ല. അവിടെ ചാർട്ടിൻ്റെ അത് അവിടെ ഏകദേശം നമുക്ക് 475 സ്റ്റോപ്പ് ലോസ് വെച്ച് രണ്ടാമത്തോട്ടുണ്ട്. പിന്നെ പറഞ്ഞ സ്കാൽപ്പിങ്ങാണ് ചെയ്തത്. അതിൽ 650 നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷേ 650 വരെ പോയി. അത് 700 വരെയൊക്കെ പോയി. അതൊരു 12:30 ആയപ്പോഴാണ് ആ ഒരു ടൈം വരെ പോയത്. 12:47 ആയപ്പോഴാണ് അത് പോയത്. 12 മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.